الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون وليحملن أثقالهم وأثقالا مع أثقالهم وليسألن يوم القيامة عما كانوا يفترون. ബഹുമാന്യരായ വിശ്വാസിനികളെ, അർഹമുർറഹീമായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ സകല മേഖലകളിലും കാത്തുസൂക്ഷിക്കണേ എന്ന് സ്വന്തത്തോട് തന്നെയും ഓരോരുത്തരോടും പ്രത്യേകമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇമാം ഷാത്തുബി റഹിമഹുള്ളയുടെ ഒരു വാക്ക് ഇക്കാലത്ത് വളരെ പ്രസക്തമാണ്. അത് ഇപ്രകാരമാണ്. അദ്ദേഹം പറഞ്ഞു, തൂബ ലിമൻ മാത്ത വമാത്തത് മഅഹു ദുനൂബ്. മരിക്കുമ്പോൾ തന്റെ തിന്മയും കൂടെ മരിച്ചു തീരുന്നവനാണ് മംഗളം. വൽ വൈലു ത്വവീൽ ലിമൻ യമൂതു വതബ്ഖാ ദുനൂബുഹു മിഅത സനത്തിൻ വമിഅതൈ സന. മരിച്ച ശേഷവും 100-200 വർഷങ്ങൾ തന്റെ തിന്മകൾ അവശേഷിക്കപ്പെടുകയും യുഅദ്ദിബു ബിഹാ ഫി ഖബ്രി വയുസ്അലു അൻഹാ ഇലാ ഇൻഖിറാദിഹാ. അവ നശിച്ചു തീരുവോളം ഖബറിൽ അതിന്റെ പേരിൽ ചോദ്യം ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നവന് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന നാശം എന്ന് അദ്ദേഹം എഴുതുകയുണ്ടായി. ഏതൊരു കാര്യവും തുടങ്ങി വെക്കുമ്പോ നമ്മൾ നന്നായി ആലോചിക്കണം. ഇവിടെ ഷാത്തുബി റഹ്മഹുള്ള പറഞ്ഞത്, ഒരാളുടെ മരണത്തോടു കൂടി അയാളുടെ തിന്മകൾ കൊണ്ട് അവസാനിച്ചെന്നാൽ അയാളാണ് രക്ഷപ്പെട്ട ആളെന്ന് അല്ല. അയാൾ ചെയ്തതും അയാൾ ചെയ്യിപ്പിച്ചതും അയാളുടെ പ്രേരണ കൊണ്ട് തുടങ്ങിയതുമായ ആളുകൾ, അതിന്റെ തിന്മ നൂറ്റാണ്ടുകൾ നിലനിൽക്കുകയാണ്. അത്രയും കാലം ഖബറിൽ അത് തുടങ്ങിവെച്ചവന്റെ ശിക്ഷ, ഖബർ ശിക്ഷയും അനന്തര ഫലങ്ങളും അവനെ കാത്തിരിക്കുന്നു. ഇതിനേക്കാൾ ഒരു വലിയ നാശം ഈ ഭൂമി ലോകത്ത് കുറച്ചു കാലം ജീവിച്ച ഒരു മനുഷ്യന് ലഭിക്കാനില്ല. 60-70 കൊല്ലമാണ് ഇവിടെ തലയുയർത്തി നടക്കാൻ ചിലപ്പോൾ കഴിയാം. അതിനിടയിൽ താൻ ചെയ്തു കൂട്ടിയതിന്റെ അനന്തരഫലം, താൻ ജീവിച്ചതിന്റെ എണ്ണിയാൽ ഒടുങ്ങാത്ത കാലഘട്ടം അനുഭവിച്ചുകൊണ്ടേയിരിക്കുക. അള്ളാഹു നമ്മെ കാക്കുമാറാവട്ടെ. വല്ലാത്തൊരു വിഷയമാണത്. നോക്കൂ, നിങ്ങൾ
വിശുദ്ധ ഖുർആൻ എത്ര സുന്ദരമായി കൊണ്ടാണ് നമ്മോട് സംസാരിക്കുന്നത്. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. മനുഷ്യ, നീ ചെയ്യുന്ന ഒരു അണുമണി തൂക്കം, ഓട്ടവെയിലൂടെ പാറി നടക്കുന്ന അത്രമാത്രം കനം കുറഞ്ഞതാണെങ്കിലും നീ ചെയ്യുന്നൊരു നന്മ, അത് നീ കാണും, അതിന്റെ പ്രതിഫലം നിനക്ക് ലഭിക്കും. വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. നന്മ മാത്രം പോരല്ലോ, അതുപോലെ അത്ര നിസ്സാരമായി നീ ചെയ്ത തിന്മയും നീ കാണും, അതിന്റെ ദുരന്തം നീ അനുഭവിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രമാത്രം ഹിദായത്തിന്റെ നേർവഴിയുടെ മാർഗ്ഗരേഖ നമുക്ക് വരച്ച് കാണിച്ചു നൽകുന്നുണ്ട്. അത് സ്വീകരിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ മാർഗം. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, ഇന്ന് ചിലർ തുടങ്ങി വെക്കുന്ന കീഴ്വഴക്കങ്ങളാണ് പിന്നീട് അവകാശങ്ങളായി മാറുക. വീടുകളിൽ മുതിർന്നവർ ചെയ്യുന്നതാണ് താഴെയുള്ളവർ അനുകരിക്കുക. ജ്യേഷ്ഠന്റെ പാതയാണ് അനുജൻ തുടർന്നു പോവുക. മാതാപിതാക്കൾ, കുടുംബത്തിൽ മാതാപിതാക്കൾ എങ്ങനെയാണ് ജീവിച്ചത് അതിന്റെ ഒരു പരിധിവരെ നേർപതിപ്പുകളായിരിക്കും മക്കൾ. ഒരു കുടുംബത്തിൽ തുടങ്ങി വെച്ചതാണ് മറ്റു കുടുംബ വീടുകളിൽ അത് ന്യായമായി പറയാറുണ്ട്. അപ്പൊ ആരോട് ചോദിച്ചാലും ഉള്ളൊരു മറുപടി ഉണ്ട്, അവിടെ ഉണ്ടല്ലോ, ഇവനിങ്ങനെയാണല്ലോ, അവനങ്ങനെയാണല്ലോ ചെയ്തത് എന്ന് പറയാറുണ്ട്. ഇത് രണ്ട് രംഗങ്ങളിൽ ഇന്ന് കുറച്ച് ഗൗരവത്തിൽ കാണുന്നതാണ്. ഒന്ന്, സ്വത്ത് ഓഹരി വെക്കുന്ന വിഷയത്തിൽ. അവിടെ ശറഅനെ പരിഗണിക്കലും പരിഗണിക്കാതിരിക്കലും ഒരു വശത്ത് വലിയൊരു വിഷയമായി ഇന്ന് കണ്ടുവരുന്നുണ്ട്. മറ്റൊന്ന് വിവാഹരംഗത്താണ്. വിവാഹരംഗത്ത് ഇന്ന് കൂടുതലായി കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് വിവാഹം കഴിക്കാത്ത യുവാക്കൾ കേൾക്കുന്ന ഒരു ആക്ഷേപം തന്നെ, പ്രണയിച്ചവർക്കൊക്കെ കല്യാണവും ഭാര്യയുമൊക്കെയായി, നീ എന്തേ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോ യഥാർത്ഥത്തിൽ ചെറുപ്പക്കാർക്ക് ഇന്ന് പ്രണയമില്ലാത്തവൻ ഒരു അപകർഷതാബോധത്തിലേക്ക് വരെ, കുടുംബങ്ങൾ വരെ ചോദിക്കുന്നിടത്തേക്ക് സ്ഥിതികളുടെ വഷളത്തരം എത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റൊന്ന്, താൻ ഏറെ സ്നേഹിച്ചു വളർത്തിയ കുട്ടികൾ ചില ബന്ധങ്ങളുമായി കടന്നു വരാൻ, അത് രക്ഷിതാക്കൾ വളരെ നിസ്സഹായരായി അവരുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാനില്ലാത്ത വിധം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരുന്നു. രക്ഷിതാക്കൾക്കൊരു റോളും ഇന്ന് ഇത്തരം കാര്യങ്ങൾക്ക് ഇല്ലാതെ പോകുന്നു എന്നതാണ്. ഇതിന്റെ ഒരു ദുരന്തം ഒന്ന് ശരിക്ക് സൊസൈറ്റിയെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അത്തരം അപകടങ്ങളിൽ നമ്മളും നമ്മുടെ കുടുംബവും പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക മാത്രമല്ല, അതിനുവേണ്ടിയുള്ള ബോധവൽക്കരണം നൽകുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മറ്റൊന്ന് സഹോദരങ്ങളെ, വിവാഹം എത്ര പവിത്രമാണ്. പക്ഷേ ഇന്ന് ഈവന്റ് മാനേജ്മെന്റുകാർ എന്താണോ പറയുന്നത് അവരാണ് ഇന്ന് ഈ വിവാഹത്തിന്റെ നിലപാടുകൾ ഉണ്ടാക്കുന്നതും രൂപം ക്രിയേറ്റ് ചെയ്യുന്നതും. അവിടെ വരനും വധുവും രണ്ട് കുടുംബങ്ങളും നിസ്സാരവൽക്കരിക്കപ്പെടുകയോ അല്ലെങ്കിൽ ഇവരുടെ താളത്തിനൊത്ത് ഇവർ മാറുകയോ ചെയ്യുന്നു എന്നതും നമ്മൾ അറിയണം. ഇതിങ്ങനെ സൂചിപ്പിക്കുന്നത് ജീവിതത്തിൽ ഒരു നിലപാടുണ്ടാവുക എന്നത് ഇസ്ലാമിൽ ഏറ്റവും പ്രധാനമാണ്. ഞാനൊരു മനുഷ്യനാണ്, മൃഗമല്ല. ഞാനൊരു ലക്ഷ്യബോധമുള്ളവനാണ്. ഞാനൊരു കൃത്യമായ ലക്ഷ്യത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ഞാൻ മാത്രമല്ല, എന്റെ ഭാര്യയുണ്ട് കൂടെ, എന്റെ മക്കളുണ്ട് കൂടെ, എന്നെ സ്നേഹിക്കുന്ന എന്റെ മാതാവും പിതാവും ഒത്ത ബന്ധുജനങ്ങളുണ്ട് കൂടെ, എന്റെ സുഹൃത്തുക്കളുണ്ട്. ഇവർക്കൊക്കെ ഒരു മാതൃകയായി ഞാൻ ജീവിക്കുന്ന എന്റെ ജീവിതം കൊണ്ട് പലതും എനിക്ക് നേടിയെടുക്കുവാനുണ്ട് എന്ന വലിയ വിശിഷ്ടമായ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാവണം. അതിന് ധൈര്യമാണ് നമുക്കുണ്ടാവേണ്ടത്. ആ ധൈര്യം എവിടെ നിന്ന് ലഭിക്കും? അറിവ് കൊണ്ടാണത് ലഭിക്കുക. കാരണം ഒരു കാര്യത്തെ നമ്മൾ തീരുമാനിക്കണമെങ്കിൽ അതിനൊരു ഉറച്ച അടിത്തറ വേണം. ആ അടിത്തറ
എന്റെ റഹ്മാനായ റബ്ബ് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, അത് ഇന്നതാണ് എന്ന് നമ്മൾ അറിയുക എന്നതാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവും റസൂലും വിധിച്ചതിനപ്പുറത്തേക്ക് എന്റെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിക്കില്ല എന്നതാണ് ആ അടിത്തറ. വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ, ഒരു സത്യവിശ്വാസിക്കോ ഒരു സത്യവിശ്വാസിനിക്കോ പാടില്ല. ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ, അല്ലാഹുവും അവന്റെ റസൂലും ഒരു കാര്യം അവനു വേണ്ടി ഖളയായി വിധിയായി നടപ്പാക്കിയാൽ അൻ യകൂന ലഹുമുൽ ഖിയറത്തു മിൻ അംരിഹിം, അവരുടെ കാര്യത്തിൽ ഇതിനപ്പുറത്ത് സ്വതന്ത്രമായ ഒരു കാഴ്ചപ്പാട്, സ്വതന്ത്രമായ ഒരു അഭിപ്രായം വിശ്വാസിക്കും വിശ്വാസിനിക്കും പാടില്ല എന്നാണ്. വിശ്വാസമുള്ളവരുടെ കാര്യമാണ് അള്ളാഹു പരിഗണിക്കുന്നത്. ഞാനൊരു മുഅ്മിനാണ് എന്നും മുഅ്മിനത്താണ് എന്നും വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിലെ നയനിലപാടുകൾ, എന്റെ ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ, എന്റെ ജീവിതത്തിന്റെ തീരുമാനങ്ങൾ അള്ളാഹുവിന്റെ വിധിക്ക്, പ്രവാചകന്റെ കൽപ്പനക്ക് അനുസൃതമാണ്. ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിക്കുന്ന പക്ഷം ഫഖദ് ളല്ല ളലാലം മുബീന, അവൻ വളരെ വ്യക്തമായൊരു വഴികേടിലാണ്. അവന് പിന്നെ എത്തിപ്പെടാനുള്ളത് വളരെ വ്യക്തമാണ്. അവൻ അള്ളാഹുവിനെ അനുസരിക്കാത്തവരുടെ, പ്രവാചകന്റെ കൽപ്പനകൾ ധിക്കരിച്ചവരുടെ ശാശ്വതമായ നരകത്തിലാണ് അവൻ എത്തിപ്പെടുക എന്ന് സൂറത്തു അഹ്സാബിലെ 36-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, തെറ്റായ കീഴ്വഴക്കങ്ങൾ ഒരു കുടുംബത്തിൽ തുടങ്ങി വെച്ചാൽ ആ തെറ്റ് ബോധ്യപ്പെട്ടാൽ നമ്മൾ തിരുത്തണം. ഞാൻ ഒന്നും വിശദീകരിക്കുന്നില്ല. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന വിവാഹങ്ങളും അതുബന്ധമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമ്മളൊന്ന് മനസ്സുകൊണ്ട് വിലയിരുത്തണം. എങ്ങനെയാണ്, എങ്ങനെ ആയിരുന്നു എന്ന് തൗബ ചെയ്യണം. നോക്കൂ നിങ്ങൾ, നമ്മൾ ഇന്ന് മൊബൈൽ അഡിക്ഷന്റെ ലോകത്താണ്. നമുക്കാണ് അഡിക്ഷൻ തുടങ്ങിയത്. അതിന്റെ ദുരന്തം നമ്മുടെ മക്കൾ നമ്മേക്കാൾ വലിയ അഡിക്റ്റുകളായി എന്നതാണ്. നമ്മുടെ ജീവിതത്തിന്റെ അനന്തരഫലമാണത്. മക്കളെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. നമ്മളിൽ നിന്നാണ് മക്കളിലേക്ക് ഈ വൈറസ് കടന്നു പോകുന്നത്. അതിന്റെ ദുരന്തം എന്താണെന്നറിയോ? ഇസ്ലാമികമായി എന്തെല്ലാം അതിർവരമ്പുകൾ വെച്ചിട്ടുണ്ടോ ആ അതിർവരമ്പുകളൊക്കെ മായ്ക്കപ്പെട്ടു. മനുഷ്യർ തമ്മിലുള്ള ബന്ധങ്ങൾ, അവൻ ഉപയോഗിക്കേണ്ടുന്ന മാധ്യമങ്ങൾ, അല്ലെ, ഇന്ന് റീൽസും ഫോട്ടോഗ്രഫിയും, അതിനെക്കുറിച്ച് ഇസ്ലാമികമായി സംസാരിക്കാൻ ആർക്കും അവകാശമില്ലാത്ത വിധം അതിന്റെ മേഖലകൾ തന്നെ തകർന്നു. ഇനി അടുത്ത തലമുറ വേറെ എന്തെങ്കിലും മേഖലയിലേക്ക് തിരിഞ്ഞു പോയാൽ അവർക്ക് നാം ചെറുപ്പത്തിൽ കൊടുത്ത മൊബൈലിന്റെ അനന്തരഫലമാണ് എങ്കിൽ അടുത്ത തലമുറയും അതാണ് ശാത്തുബി റഹ്മത്തുള്ളാഹി പറഞ്ഞത്, നീ ചെയ്യുന്നതിന്റെ ദുരന്തം നിന്നിൽ അവസാനിക്കുന്നില്ല, തലമുറകളിൽ നിന്ന് തലമുറകളിലേക്കാണ് കടന്നു പോവുക. അത് മുഴുവൻ നിന്നിലേക്ക് തിരിച്ചു വരും. നിന്നോടുകൂടി അവസാനിക്കുന്ന തിന്മകളായിരുന്നുവെങ്കിൽ നിനക്കെത്ര മംഗളം. നാം ചിന്തിക്കേണ്ടുന്ന വലിയ വിഷയമാണ്. ടിവിയും സിനിമയും റീൽസും തുടങ്ങി എന്തെല്ലാം ഇന്ന് നോർമലൈസ് ചെയ്തിട്ടുണ്ടോ, നമ്മുടെ മുമ്പിൽ വളരെ ഗുരുതരമായി, വളരെ വലിയ തെറ്റായി മ്യൂസിക്കും സിനിമയും ഒക്കെ കടന്നു വന്നിരുന്നൊരു കാലമുണ്ടായിരുന്നു. അത് തെറ്റാണ് എന്ന് ചിന്തിപ്പിക്കപ്പെട്ട മുഴുവൻ പ്രമാണങ്ങളും ഇന്നുണ്ട്. എന്റെ ഉമ്മത്തിൽ ഒരു തലമുറ വരും, അവർക്ക് വ്യഭിചാരവും പട്ടും സംഗീതവും നൃത്തവും ഹലാലായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കപ്പെട്ട ആ ദുരന്തം നമ്മിലൂടെ നമ്മുടെ കുടുംബം അനുഭവിക്കുന്നുവെങ്കിൽ, വിശ്വാസികളെ, നമ്മോടുകൂടി നാം ചെയ്യുന്ന തിന്മകൾ അവസാനിക്കുന്നില്ല എന്നത് നമ്മൾ അറിയണം. അള്ളാഹു നമ്മുടെ സുരക്ഷ ആഗ്രഹിക്കുന്നു എന്നതാണ് വസ്തുത. എന്താണ് ഇതിന്റെയൊക്കെ ഫലം? നോക്കൂ നിങ്ങൾ, എന്തുകൊണ്ടാണ് ഇത്ര ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്? പാപത്തിൽ നിന്ന് ഒട്ടും കുറയാതെ അനുഭവിക്കേണ്ടി വരും. നമ്മൾ ചെയ്തതല്ല, നമ്മൾ കാരണത്താൽ ചെയ്തവന്റെ തെറ്റുകൂടി പേറേണ്ടി വരും.
നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ സൂറത്ത് അൻകബൂത്തിലെ 13-ാമത്തെ വചനത്തിൽ പറഞ്ഞു, വലയഹ്ലമുന്ന അസ്ഖാലഹും വഅസ്ഖാലം മഅ അസ്ഖാലിഹിം വലയുസ്അലുന്ന യൗമൽ ഖിയാമ അമ്മാ കാനൂ യഫ്തറൂൻ. തങ്ങളുടെ പാപഭാരങ്ങളും സ്വന്തം പാപഭാരങ്ങളോടൊപ്പം വേറെയും പാപഭാരങ്ങളും അവർ വഹിക്കേണ്ടി വരും. അത് വലയുസ്അലുന്ന യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവനോട് അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. അമ്മാ കാനൂ യഫ്തറൂൻ, അവർ കെട്ടിച്ചമച്ചത് എത്രമാത്രം മോശമാണ്. അതിനെന്തു പറ്റി? നമ്മൾ ചെയ്തത് മാത്രല്ല, നമ്മൾ വിചാരിക്കണം മരിച്ചോടും എന്ത് കഴിഞ്ഞല്ലോ. ഇല്ല കേട്ടോ, വളരെ ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലിയഹ്മിലു ഔസാറഹും കാമില യൗമൽ ഖിയാമ വമിൻ ഔസാരിൽ ലദീന യുദല്ലൂനഹും ബിഗൈരി ഇൽമ. തങ്ങളുടെ പാപഭാരങ്ങൾ മുഴുവനായിട്ടും യാതൊരു വിവരവുമില്ലാതെ തങ്ങൾ ആരെയെല്ലാം വഴി പിഴപ്പിച്ചു കൊണ്ടിരിക്കുന്നുവോ അവരുടെ പാപഭാരങ്ങളിൽ നിന്ന് ഒരു ഭാഗവും അവൻ അനുഭവിക്കേണ്ടി വരും. വമിൻ ഔസാരിൽ ലദീന യുദല്ലൂനഹും ബിഗൈരി ഇൽമിൻ, യാതൊരു അറിവില്ലാതെ അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ കാണിച്ചു കൊടുത്തൊരു മാർഗത്തിലൂടെ തെറ്റി. അപ്പൊ എന്തായി? നമുക്ക് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടത് അടുത്ത തലമുറക്ക് ബോധ്യപ്പെടുന്നില്ല. അത് ഹറാമാണ്, അത് തെറ്റാണ് മോനെ മോളെ എന്ന് പറയുന്നില്ല. മോനും മോളും കാണുക, എന്നിട്ട് അത് അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. റഹ്മാനായ റബ്ബ് പറഞ്ഞു, അലാ സാഅ മാ യസ്റൂൻ, ഹേ മനുഷ്യരെ, നീ പേറുന്ന ആ പാപഭാരം എത്ര മോശമാണ്. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ദആ ഇലാ ഹുദൻ കാന ലഹു മിനൽ അജ്രി മിസ്ല ഉജൂരി മൻ തബിഅഹു ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം. ഒരു മനുഷ്യൻ അയാൾ ഒരു നേർമാർഗത്തിലേക്ക് ഒരാളെ ക്ഷണിച്ചു, ഒരു നല്ല കാര്യത്തിലേക്ക് ഒരാളെ ക്ഷണിച്ചു എങ്കിൽ അള്ളാഹു അയാൾ ആ നേർമാർഗം സ്വീകരിച്ചവന് കൊടുക്കുന്ന അതേ പ്രതിഫലം ആ പണി ചെയ്യാതെ തന്നെ ഇവന് കിട്ടും. അത് പിന്തുടർന്നവൻ അള്ളാഹു കൊടുക്കും. ഇയാള് പറഞ്ഞ നന്മ ചെയ്യും. എങ്ങനെയല്ലോ അള്ളാഹ് എത്ര 10 മടങ്ങാണോ ആ നന്മ അയാൾ ചെയ്ത് കൊടുക്കുക. ഒരു നന്മക്ക് പ്രേരിപ്പിച്ചാൽ റസൂലുള്ളാഹി പറഞ്ഞു, വമൻ ദആ ഇലാ ദലാല, ഒരു മനുഷ്യർ വഴികേടിലേക്കാണ് ക്ഷണിച്ചു, ഒരു തിന്മയിലേക്ക്, ജാറത്തിലേക്ക്, വ്യഭിചാരത്തിലേക്ക്, തോന്നിവാസത്തിലേക്ക് ക്ഷണിച്ചു, കൊണ്ടുപോയി. കാന അലൈഹി മിനൽ ഇസ്മ, ഒരു തെറ്റിലേക്ക്, മിസ്ലു ആസാമിൻ മൻ തബിഅഹു ലാ യൻഖുസു ദാലിക മിൻ ആസാമിഹിം ഷൈഅ, ഒട്ടും കുറയില്ല. അവൻ എന്തൊരു ശിക്ഷ നാളെ പരലോകത്ത് കൊടുക്കോ ആ ശിക്ഷയുടെ അത്ര തന്നെ ഇയാൾക്ക് കൊടുക്കും. അപ്പോ പാപം ഇങ്ങനെ കൂടി 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 ഇങ്ങനെ വരും. മരിച്ചിട്ടും രക്ഷപ്പെടൂല എന്നർത്ഥം. എന്തൊരു ദുരന്ത സഹോദരങ്ങളെ. അതുകൊണ്ട് വളരെ ഗൗരവത്തിലാണ് നാം ജീവിതത്തെ കാണേണ്ടത്. അതുകൊണ്ട് പിന്തുടരുന്നവരുടെ പാപം അവന് ഉണ്ടാകും എന്ന് മാത്രമല്ല, അവരുടെ പാപത്തിൽ നിന്ന് ഒട്ടും കുറയാതെ ഉണ്ടാകും എന്നത് നമ്മൾ അറിയണം. നോക്കൂ നിങ്ങൾ, ഹാബീലിന്റെയും ഹാബീലിന്റെയും ചരിത്രം. ആദം നബി അലൈഹിസ്സലാമയുടെ 2 മക്കളുടെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട്. അതിൽ ഒരാളെ കൊന്നു. അതൊരു പെൺവിഷയവുമായി ബന്ധപ്പെട്ട് അവർക്കിടയിൽ അസൂയയും അതുപോലെ തന്നെ പകയും ഉണ്ടായി. ഒരാൾ ഹാബീലും തർക്കത്തിലായി. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിൻ നഫ്സിൻ തുഖ്തലു ദുൽമൻ ഇല്ലാ കാന അലാ ഇബ്നി ആദമുൽ അവ്വൽ കിഫ്ലിൻ മിൻഹാ. ആദ്യത്തെ കൊല നടത്തിയ ആദമിന്റെ മകന് ദുനിയാവിൽ കൊല നടക്കുമ്പോഴൊക്കെ അതിന്റെ ഒരു ഓഹരി കിട്ടിക്കൊണ്ടിരിക്കും എന്നാണ്. ആദിമ മനുഷ്യന്റെ ചരിത്രമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് നമ്മുടെ കയ്യാൽ, നമ്മുടെ നാവാൽ, സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിലോ നാട്ടിലോ ഒരു തിന്മയുടെ വാതിൽ തുറക്കുന്നുണ്ടോ എന്ന് നമ്മൾ അറിയണം. നോക്കൂ നിങ്ങൾ, റഹ്മാനായ റബ്ബ് പറയാം, എല്ലാം രേഖപ്പെടുത്തും എന്നാണ്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, നാമാണ് മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നത്. അല്ലെ, ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ സൃഷ്ടിച്ചവനാണ് റഹ്മാനായ റബ്ബ്.
നമ്മുടെ പിതാവും മാതാവും ഇല്ലാത്തൊരു കാലം, അന്ന് നമ്മൾ ഇവിടെ അല്ല. അവർ വിവാഹം കഴിക്കാത്തൊരു കാലം, നമ്മൾ ഇവിടെ അല്ല. അല്ലേ? അവർ വിവാഹം കഴിച്ച് അല്ലേ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചപ്പോഴാണ് നമ്മളിവിടെ ഉണ്ടായത്. എന്നിട്ട് നമ്മളും മരിക്കും. പുതിയ തലമുറകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അല്ലാഹു പറഞ്ഞു, ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, അവരൊക്കെ തിരിച്ചു നാം കൊണ്ടുവരും. എന്നിട്ടോ വനക്തുബു മാ ഖദ്ദമൂ വ ആസാറഹും, അവരുടെ പ്രവർത്തനങ്ങളുടെ അനന്തര ഫലങ്ങളും നാം എഴുതി വെക്കുകയും ചെയ്യുന്നു. സഹോദരങ്ങളെ, ചെയ്തത് ചെയ്യുന്നു അവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ആശ്വസിക്കായിരുന്നു. അല്ലാഹു പറഞ്ഞാലോ അനന്തരഫലം എഴുതി വെക്കുന്ന, അനന്തരഫലം എഴുതി വെക്കും. അപ്പൊ നമ്മളാൽ പ്രേരിപ്പിക്കപ്പെടുന്ന തിന്മകൾ ഉണ്ടല്ലോ, നമ്മൾ അത് മാത്രം പേടിച്ചാൽ മതി, നന്മ എങ്ങനെ വലുതായിക്കോളും. അതേപോലെ തിന്മയും അള്ളാഹു ശിക്ഷയ്ക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ അറിയണം. വകുല്ല ശൈഇൻ അഹ്സൈനഹു ഫീ ഇമാമിൻ മുബീൻ, എല്ലാം വ്യക്തമായ ഒരു രേഖയിൽ നിജപ്പെടുത്തി കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. വിചാരണക്ക് കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, മരിച്ചു പോയതിനു ശേഷവും മരിക്കാത്ത തിന്മകൾ നമ്മുടെ കൂടെ ഉണ്ടോ എന്ന് എപ്പോഴും ആലോചിക്കണം. ഞാനാണ് മരിച്ചാലും ഇതൊക്കെ ബാക്കിയാവൂല റബ്ബേ. അല്ലെ, ഒരു തിന്മക്ക് പ്രേരിപ്പിച്ചിട്ട് തിന്മകൾ പ്രവർത്തിക്കുന്ന കുറെ സുഹൃത്തുക്കൾ അല്ലെ നമ്മളാൽ ഉണ്ടോ? എങ്കിൽ പേടിക്കണം. ഒന്ന് കണ്ണടച്ച് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതം കൊണ്ട് പലതും പ്രയാസപ്പെടുന്നത് നമ്മൾ കാണാൻ പറ്റും. ഇവിടെയാണ് റഹ്മാനായ റബ്ബ് പറഞ്ഞത്, നിനക്കൊരു മാർഗം അള്ളാഹു വെച്ചിട്ടുണ്ട്. ആ മാർഗം നേരായ ഒരു വഴിയുടെ മാർഗമാണ്. ആ വഴിയിലൂടെ സഞ്ചരിച്ച് നന്മയുടെ സ്വർഗത്തിലേക്ക് നീ മാത്രമല്ല, നിന്റെ കുടുംബവും നിന്നെ ആശ്രയിച്ചവരും നിന്നെ പരിചയപ്പെട്ടവരും നിന്റെ സഹയാത്രികരും നിന്നെ അറിയുന്നവരും നീ അറിയാതെ തന്നെ നിന്റെ പാത പിന്തുടർന്നവരും നിനക്ക് സ്വർഗവും നരകവും നിശ്ചയിക്കുന്നതിൽ വലിയ പങ്കുണ്ടെന്ന് നീ അറിയുക. അതാണ് നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വെളിച്ചമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനാണ് ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ജീവിക്കുമ്പോൾ ഒരു നന്മയുള്ള മനുഷ്യനാവുക എന്നതാണ് ഇതിന്റെ സന്ദേശം. ഇബാദത്തുകൾ എടുക്കുക ചിട്ടയായി. അതുകൊണ്ട് നമ്മുടെ ജീവിതം പ്രകാശമുള്ളതായി തീരും. നമ്മൾ ആളുകൾക്ക് നന്മ ചെയ്യുന്നവരാവുക. അവർക്കൊരിക്കലും തിന്മയുടെ ഒരു വാതിലെങ്കിലും തുറന്നു കൊടുക്കാത്തവർ നമ്മളാവുക. അപ്പൊ എന്തു വേണം? നമ്മൾ ഈ നാട്ടിൽ ജീവിക്കുമ്പോ ചുറ്റുപാടുള്ള ആളുകൾക്ക് എങ്ങനെയല്ലേ? അല്ല, അവരെങ്ങനെയോ ആകട്ടെ. അപ്പൊ നമ്മുടെ വിവാഹം നമ്മൾ ശ്രദ്ധിക്കും, മക്കളെ വിവാഹം ശ്രദ്ധിക്കും, കുടുംബത്തിലെ വിവാഹം ശ്രദ്ധിക്കും, നമ്മുടെ കുടുംബത്തിലെ വിശ്വാസ കാര്യങ്ങൾ ശ്രദ്ധിക്കും, എല്ലാം നമ്മൾ ശ്രദ്ധിക്കും. നമുക്ക് ഉത്തരവാദിത്വം കൂടുതലാണ്. കാരണം ആ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാനാണ് ഈ പരിശുദ്ധ ദീനിനെ ശരിയാവണ്ണം മനസ്സിലാകുന്ന തെളിഞ്ഞ ബുദ്ധിയുടെ ഉടമയായി അള്ളാഹു നമ്മെ തെരഞ്ഞെടുത്തത്. സംശയമുണ്ടോ നിങ്ങൾക്ക്? അല്ലാഹ് എന്തിനാ കുടുംബത്തിലൊരു ദീനുള്ള മനുഷ്യനെ നമ്മളെ മാറ്റിയത്? ദീനുള്ളൊരു സമൂഹത്തിന്റെ സൃഷ്ടിപ്പിന. അല്ലെങ്കിൽ ഏറ്റവും മോശപ്പെട്ട ഒരാളാക്കി അള്ളാഹു നമ്മെ മാറ്റുമായിരുന്നില്ലേ? അതുകൊണ്ട് എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹു ചോദിക്കും. ആ ചോദ്യത്തിൽ ഏറ്റവും പ്രധാനം നമുക്ക് നൽകിയ ഈ ഹിദായത്താണ്, നേർമാർഗമാണ്. അത് നഷ്ടപ്പെടാതെ രഹസ്യത്തിലും പരസ്യത്തിലും രാവിലും പകലിലും ഒരുപോലെ പരിശുദ്ധനായി ജീവിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ജിഹാദ്. അത് ഏറ്റവും പ്രകടമാകേണ്ടത് ഭാര്യയ്ക്ക് മുമ്പിലും മക്കൾക്ക് മുമ്പിലും ബന്ധുക്കൾക്ക് മുമ്പിലുമാണ്. അവിടെ ഏറ്റവും നല്ല മുഅ്മിനാകാൻ നമുക്ക് പറ്റിയാൽ ജീവിതം വിജയിക്കും എന്നതിൽ യാതൊരു തർക്കമില്ല. അള്ളാഹു അങ്ങനെ വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇന്നൽ ഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ തവക്കുൽ അഥവാ ഭരമേൽപ്പിക്കുക എന്ന വാക്ക് നമുക്ക് സുപരിചിതമാണ്. കാരണം ദീനി നിഷ്ഠയുള്ളവരായി ജീവിക്കാൻ നാം പരിശ്രമിക്കുമ്പോൾ പല ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും അകറ്റലും ഒക്കെ ഉണ്ടാകും. കാരണം തിന്മക്കിടയിൽ ഒരു നന്മയായി വളരുക എന്നത് വളരെ പ്രയാസകരമായ കാര്യം. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ.
സത്യവിശ്വാസികൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചു കൊള്ളട്ടെ എന്ന് പറയാം. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തേ. അതുകൊണ്ട് തന്നെ ഈ ഭരമേൽപ്പനത്തെ കുറിച്ച് നമുക്കൊരു ബോധ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഭരമേൽപ്പിക്കണമെങ്കിൽ ജീവിതത്തിൽ നമുക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും സമ്പൂർണമായി ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കണം. എന്നതിന് ശേഷം ബാക്കി കാര്യങ്ങൾ അള്ളാഹുവിൽ ഏൽപ്പിക്കുന്നതിനാണ് തവക്കുൽ എന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഒരു അഅറാബി വന്നു. റജുലൻ, ഒരു മനുഷ്യൻ വന്നു. യാ റസൂലല്ലാഹ്. എന്നിട്ട് അദ്ദേഹം പറയാ, റസൂലേ, ഞാന് എന്റെ ഒട്ടകത്തെ കെട്ടി ഞാൻ അതിനെ കെട്ടിയിട്ടാണോ തവക്കുൽ ചെയ്യേണ്ടത്, അതോ ഒട്ടകത്തെ നിർത്തി കെട്ടാതെയാണോ തവക്കുൽ ചെയ്യേണ്ടത്? റസൂലുള്ളാഹി പറഞ്ഞു, നീ ഒട്ടകത്തെ നന്നായി കെട്ടുക, എന്നിട്ട് നീ അതിന്റെ അടുത്ത് പോന്നോ, നീ കാണുന്നില്ല, വതവക്കൽ, അബ്ബേ എന്റെ സ്വത്ത് നോക്കണേ എന്ന് നീ തവക്കുലാക്കുകയും ചെയ്യുക, അള്ളാഹ് സംരക്ഷിച്ചോളുന്ന. അപ്പൊ കെട്ടുക എന്നുള്ള പണി വരെ നമ്മൾ എന്ത് ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ ചെയ്യാവുന്ന അത്ര നന്മകൾ പ്രവർത്തിച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാനുള്ള എല്ലാ ക്വാളിറ്റിയും നമ്മൾ നേടി, റബ്ബേ ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നാൽ കഴിയും വിധം എന്ന് പറഞ്ഞ് ബാക്കി നിന്നിലാണ് എന്ന് പറയുക എന്നതാണ് ഏറ്റവും വലിയ തവക്കുൽ. സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി സൂചിപ്പിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും SIR പിന്നാലെയാണ്. അതിലെ പലർക്കും ഒരു ഉദാസീനതയുണ്ട്. അതൊന്ന് ഗൗരവത്തിലെടുക്കണം. വരുന്നത് വരട്ടെ അല്ല, യഥാർത്ഥത്തിൽ നാം ചെയ്യേണ്ടുന്ന സന്ദർഭമാണ് ഇത്. അത് ചേർക്കേണ്ടവരെ ചേർക്കാനും പൂരിപ്പിച്ചു കൊടുക്കേണ്ടത് പൂരിപ്പിച്ചു കൊടുക്കാനും അത് കൃത്യത വരുത്താനും തന്റെയും തന്റെ കുടുംബത്തിന്റെയും അവകാശങ്ങൾ കൃത്യമാണ് എന്ന് ഉറപ്പുവരുത്താനും ഒരു മുസ്ലിം എന്ന നിലക്ക്, മുഅ്മിൻ എന്ന നിലക്ക് വലിയ ബാധ്യതകൾ ഉണ്ട്. അത് കറക്റ്റ് ചെയ്യണം. എന്നിട്ടാണ് നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള മറ്റു മാർഗങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ടത്. സഹോദരങ്ങളെ, ജീവിതം എന്ന് പറയുന്നത് നിസ്സാരല്ല കേട്ടോ. ഇതൊക്കെ ഓർമ്മപ്പെടുത്തുമ്പോ നമ്മളൊക്കെ ഇങ്ങനെ കളി ചിരി തമാശകളുടെ ഒരു ലോകത്ത് രാവും പകലും ഇങ്ങനെ കഴിച്ചുകൂട്ടാം. ഒരു ദിവസം അങ്ങ് അടഞ്ഞു പോകും. പിന്നെ ഫേസ്ബുക്ക് തുറക്കാനും ട്വിറ്റർ തുറക്കാനും അക്കൗണ്ട് പരിശോധിക്കാനും നമുക്ക് പറ്റൂല. അതുകൊണ്ട് അടഞ്ഞുണ്ടല്ലോ. പിന്നെ പടച്ചോൻ അവന്റെ രേഖ തുറക്ക ചെയ്യാം. ആ രേഖ തുറക്കുമ്പോഴേ ഒരു വല്ലാത്ത തുറക്കലാണ്, ഒന്നും പറയണ്ട. അതുകൊണ്ട് ഈ ഉണർന്നിരിക്കുന്ന സമയത്ത് ഈ സമൂഹത്തോട് നന്നായി ജീവിക്കുക എന്നത് തന്നെയാണ് വലിയ ഉത്തരവാദിത്വം. കച്ചവടക്കാരനാണോ, ആ കച്ചവടക്കാരനെ കണ്ടാൽ ഏതൊരാൾക്കും തോന്നണം ഏറ്റവും നല്ല കച്ചവടക്കാരനാണ്, ഹലാലിനെ കുറിച്ചും ഹറാമിനെ കുറിച്ചും അയാൾ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു ഉദ്യോഗസ്ഥനാണോ, അയാളെ കണ്ട പറയണം ആ മനുഷ്യൻ ഒരു മുസ്ലിമാണ്, മുഅ്മിനാണ്. ഒരു അധ്യാപകനാണോ, അവൻ കുട്ടികളോടും സ്ഥാപനത്തോടും നാടിനോടും ഉത്തരവാദിത്വം നിർവഹിക്കുന്നവൻ നല്ലൊരു മുസ്ലിമാണ് എന്ന് പറയുന്നിടത്തേക്ക് നമ്മൾ വളരണം. അതെന്തിനാണെന്നറിയോ? ഇവിടെ പേരെടുക്കാനല്ല, ഇവിടെ എന്തെങ്കിലും നേടാനല്ല, അള്ളാന്റെ മുമ്പിൽ എനിക്ക് കിട്ടിയ അനുഗ്രഹം ചോദിക്കുന്നുള്ള ബേജാറിൽ നിന്നായിരിക്കണം ആ ഉത്തരവാദിത്വ ബോധം ഉണ്ടാവേണ്ടത്. അല്ലാതെ സഹോദരങ്ങളെ, തമാശയിലും കളിയിലും വിനോദങ്ങളിലും മുഴുകി യാത്രകളിലുമൊക്കെ ഇങ്ങനെ അഭിരമിച്ചിങ്ങനെ കടന്നു പോകുമ്പോ നമ്മൾ അറിയാതെ രോഗിയാകും, അറിയാതെ അറ്റാക്ക് വരും, അറിയാതെ തളർന്നു പോകും, ഒന്നും ചെയ്യാൻ പറ്റൂല. ചെയ്യണം എന്നൊക്കെ വലിയ ആഗ്രഹം ഉണ്ടാവും. അള്ളാഹ് ചോദിക്കും, ആഗ്രഹം വരുന്നതിന്റെ മുമ്പേ എല്ലാം തന്നൊരു സമയം ഉണ്ടായിരുന്നില്ലേ? കണ്ണ് നന്നായി കണ്ടിരുന്ന, കത് നന്നായി കേട്ടിരുന്ന, കൈകാലുകൾക്ക് നല്ല വേഗതയുണ്ടായിരുന്ന, ആരോഗ്യമുള്ള ഒരു കാലഘട്ടം നിനക്കുണ്ടായിരുന്നില്ലേ? ആ ചോദ്യത്തിന് എന്ത് മറുപടി? ആ മറുപടിക്കാണ് ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണമെന്ന് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ നൈമിഷികമായ ലോകത്തെ വളരെ ഗൗരവത്തിൽ കാണാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മിൽ ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വങ്ങൾ, അമാനത്തുകൾ ശ്രദ്ധയോടുകൂടി പ്രയോജനപ്പെടുത്തി അള്ളാഹുവിന്റെ കോടതിയിൽ
ഏറ്റവും നല്ല മുഅ്മിനായി തീരാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. കഴിഞ്ഞ കാലത്ത് ധാരാളം അബദ്ധങ്ങൾ, തെറ്റുകുറ്റങ്ങൾ, ഹറാമുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്കെല്ലാവർക്കും അവയെല്ലാം പുറത്ത് ജന്നാത്തുൽ ഫിർദൗസിന്റെ അവകാശികളാക്കി ഞങ്ങളെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അള്ളാഹുവേ നീ അവരെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. അള്ളാഹുവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന ലോകത്തിലെ മുഴുവൻ ആളുകൾക്കും, വിശിഷ്യ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹുവിന്റെ കരങ്ങൾ കൊണ്ട്, തൗഫീഖ് കൊണ്ട് റഹ്മാനെ നീ അവരെ സഹായിക്കണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബൻ നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.